ഹായ് ഫ്രണ്ട്സ്, സ്വിസ് സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രാൻസിന്റെ കിഴക്കൻ അതിർത്തിയിൽ ജർമ്മനിയോട് ചേർന്നുള്ള എൽസാസ് പ്രവിശ്യയിൽ കാലം മഴവില്ല് പോലെ വർണ്ണാഭമായ ഒരു നഗരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് കൊൾമാർ. ഈ മനോഹരമായ നഗരത്തിന്റെ ഓരോ കോണിനും പറയാൻ ഒരു കഥയുണ്ട്. ആ കഥകൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഈ മനോഹരമായ കാഴ്ച നമ്മെ ചരിത്രത്തിന്റെ സ്വർണ്ണ ഏടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ചെറിയ വെനീസ് എന്ന വിളിപ്പേരുള്ള ഈ നഗരം കാലഹരണപ്പെടാത്ത ഒരു കലാസൃഷ്ടിയാണ്. കൊളമാറിന്റെ ആഴമേറിയ ചരിത്രവും കലയും പാചക വൈദഗ്ധ്യവും നമുക്കൊന്ന് അടുത്തറിയാം. കൊൾമാറിന്റെ കഥ കേവലം സൗന്ദര്യത്തിൻ്റെതു മാത്രമല്ല, അത് പോരാട്ടത്തിന്റെയും അതിജീവനത്തിൻ്റെതുമാണ്. ഒരു കാലത്ത് വിശുദ്ധ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കോൾമാർ 17-ാം നൂറ്റാണ്ടിൽ വെസ്റ്റ്ഫാലിയ ഉടമ്പടി പ്രകാരം ഫ്രാൻസിന് കൈമാറി. 1870-ൽ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധശേഷം വീണ്ടും ജർമ്മൻ ഭരണത്തിന് കീഴിലായി. തുടർന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ഫ്രാൻസിന് തിരികെ ലഭിച്ചെങ്കിലും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് വീണ്ടും ജർമ്മനി പിടിച്ചെടുത്തു. ഒടുവിൽ 1945-ൽ ഫ്രാൻസ് ഈ നഗരത്തെ തിരിച്ചെടുത്തു. ഒരു നൂറ്റാണ്ടിനുള്ളിൽ 4 തവണ ഭരണകൂടം മാറിയ പ്രവേശമായതിനാൽ ഫ്രഞ്ച് സ്വാധീനത്തിന്റെ ചാരുതയും ജർമ്മൻ കൃത്യതയും ഒരേ സമയം ഈ നഗരം പേറുന്നു. വർണ്ണാഭമായ മരത്തൂണുകളുള്ള വീടുകളും കല്ലുപാകിയ വീതികളും പുഷ്പങ്ങൾ നിറഞ്ഞ കനാലുകളും ഒരു ഡിസ്നി ചിത്രത്തിലെന്ന പോലെ മനോഹരമായ ഈ നഗരം 1000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ചരിത്രത്തിന്റെ കഥയാണ് പറയുന്നത്. കോൾമാറിന്റെ ഹൃദയം അതിന്റെ ചരിത്രപരമായ പഴയ നഗരമാണ്. ഇവിടെയുള്ള ഓരോ കെട്ടിടവും ഒരു ചിത്രകാരന്റെ ക്യാൻവാസ് പോലെയാണ്. ഈ വീടുകൾക്ക് നൽകിയിട്ടുള്ള വർണ്ണങ്ങൾ വെറും അലങ്കാരമല്ല. പണ്ട് ഓരോ നിറവും വീടിന്റെ ഉടമയുടെ തൊഴിലിനെ സൂചിപ്പിച്ചിരുന്നു. ഉദാഹരണത്തിന് വെള്ള വീടുകൾ ബ്രെഡ് ഉണ്ടാക്കുന്നവരുടേതും നീല മത്സ്യത്തൊഴിലാളികളുടേതുമായിരുന്നു. കോൾമാറിനെ ലോകമെമ്പാടും പ്രശസ്തമാക്കുന്നത് അതിന്റെ ലാ പെറ്റീറ്റ് വെനീസ് പ്രദേശമാണ്. നഗരത്തിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ലോച്ച് നദിയുടെ കൈവഴികളാണ് ഈ കനാലുകൾ. മധ്യകാലഘട്ടത്തിൽ ഈ കനാലുകൾ മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും ഗതാഗത ധമനികളായിരുന്നു. നഗരത്തിന്റെ പുറം ഭാഗത്തുള്ള കൃഷിയിടങ്ങളിൽ നിന്നും ചരക്കുകൾ ചെറിയ വള്ളങ്ങളിൽ ഇവിടെ എത്തിച്ചു. ഇന്ന് ഈ കനാലിലൂടെ ചെറു ബോട്ടുകളിലുള്ള യാത്ര സന്ദർശകർക്ക് കൊൾമാറിന്റെ യഥാർത്ഥ സൗന്ദര്യം അടുത്തറിയാനുള്ള അവസരം നൽകുന്നു. കലയുടെ കാര്യത്തിലും കോൾമാർ ഒട്ടും പിന്നിലല്ല. ലോകത്തിന് കോൾമാർ നൽകിയ ഏറ്റവും വലിയ സംഭാവന വിഖ്യാത ശില്പി ഫെഡറിക് ഓഗസ്റ്റ് ബത്തോൾഡിയാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന ലോകപ്രശസ്ത ശില്പം രൂപകൽപ്പന ചെയ്തത് കോൾമാറിന്റെ സ്വന്തം ബത്തോൾഡിയാണ്. ക്രിസ്മസ് കാലത്ത് കോൾമാർ ഒരു മാന്ത്രിക ലോകമായി മാറും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഒന്ന് ഇവിടെയാണ്. ഇവിടെ ലോകോത്തര നിലവാരമുള്ള വൈനുകൾ രുചിക്കാനും അതിന്റെ ചരിത്രം പഠിക്കാനും അവസരമുണ്ട്. കോൾമാർ വെറുമൊരു കാഴ്ചയല്ല, ഒരു അനുഭവമാണ്. പഴയ കാലത്തിന്റെ പ്രൗഢിയും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ സൗന്ദര്യവും ഇവിടെ ഒത്തുചേരുന്നു. കെട്ടുകഥകൾ പോലെ മനോഹരമായ വീടുകൾ, ആഴമേറിയ ചരിത്രം, ലോകോത്തര കല, സ്വാദിഷ്ടമായ ഭക്ഷണം എല്ലാം ഒത്തുചേരുമ്പോൾ കോൾമാർ ഒരു യാത്രാ ലക്ഷ്യത്തെക്കാൾ ഉപരി ഒരു വികാരമായി തന്നെ മാറുന്നു. വീഞ്ഞുതോട്ടങ്ങളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം എല്ലാ കാലത്തും സന്ദർശകരെ ഒരു കെട്ടുകഥകളിലെന്ന പോലെ മാടി വിളിച്ചിരുന്നു. നിങ്ങൾ ഒരു ചരിത്ര കുതുകിയോ ഒരു റൊമാന്റിക് യാത്രക്കാരനോ അതോ സാഹസികനോ ആകട്ടെ, കോൾമാർ നിങ്ങളെ ആകർഷിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.
മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.